അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ എല്ലാവരും രാവിലെ തന്നെ എണീറ്റ് കുളിച്ച് ആരതി ഒഴിയാണ് കേട്ടോ. അപ്പോൾ ലാവണ്യ വൈകിയാണ് കേട്ടോ എണീറ്റ് വരുന്നത്. അപ്പോൾ ലാവണ്യ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കണം, ഓ മൈ ഗോഡ് എല്ലാവരും വന്നല്ലോ, ഇത്ര നേരത്തെ പൂജ ചെയ്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, ഈ കിളവി എല്ലാവരും വഴിതെറ്റിക്കുന്നത്, എന്തായാലും വേഗം പോയി കൂടിയേക്കാന്ന് പറഞ്ഞിട്ട് വേഗം എണീറ്റ് പാടി നേരെ ചെല്ലുവാണ് കേട്ടോ. അങ്ങനെ ഓടി ചെന്നിട്ട് പെട്ടെന്ന് ആരതി തൊട്ടൊഴിയാണ് കേട്ടോ ലാവണ്യ. പെട്ടെന്ന് സുഭദ്രമ്മ ഇങ്ങനെ ചോദിക്കുകയാണ്, ലാവണ്യ നീ എന്തേ കാണിച്ചത്, കുളിക്കാൻ നനയ്ക്കുകയും ചെയ്യാതെയാണ് ആരതി തൊട്ടൊഴിയുന്നത്. അപ്പോൾ ലാവണ്യ പറയാണ്, മുത്തശ്ശി ഞാൻ കുറച്ച് ലേറ്റായി പോയി, പക്ഷെ ഞാൻ ഫേസ് കഴുകിയിട്ടുണ്ടായിരുന്നു. ഓഹോ വിണ്ടി പോകരുത്, നീ ശുദ്ധം വൃത്തിയൊക്കെ നോക്കുന്ന വീടാ ഇത്, പൂജാ ചടങ്ങുകളിലൊക്കെ ദേഹശുദ്ധി ഇല്ലാത്ത ഒരാൾ പോലും പങ്കെടുക്കരുതെന്ന് ഇന്നലെ രാത്രി മുതൽ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞതല്ലേ, എന്നിട്ട് നീ എൻ്റെ വാക്കിനൊരു വില കൽപ്പിച്ചോ? ഇതാണോ നിന്റെ വീട്ടിലെ സംസ്കാരം, ഇതാണോ നിന്നെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്? എങ്കിലേ എനിക്ക് നിന്നോട് ദേഷ്യമല്ല, സഹതാപ. ഇത്രയും ബോധമില്ലാത്ത ഒരു പെണ്ണിനെയാണല്ലോ എൻ്റെ കുഞ്ഞൻ എന്ന് പറയാൻ കേട്ടോ. പെട്ടെന്ന് അവനെ മുത്തശ്ശി എന്ന് വിളിക്കാൻ, ശബ്ദിച്ചു പോരുത്, നിന്നോട് ഇറങ്ങി പോകാനാണ് ഞാൻ പറഞ്ഞത്, ദേഹം വൃത്തിയൊന്നും നോക്കാതെ ഇവിടുത്തെ ഒരു ചടങ്ങിനും പങ്കെടുക്കരുത്, മനസ്സിലായോ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുവാണ് കേട്ടോ. ഇത് കേട്ടിട്ട് സങ്കടപ്പെട്ടിട്ട് റൂമിൻ്റെ അകത്തേക്ക് കയറി പോവാണ് ലാവണ്യ. അങ്ങനെ മുത്തശ്ശി നിങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു, നിങ്ങളുടെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ കാണിക്കുന്നൊക്കെ പറഞ്ഞാൽ മുത്തശ്ശിയും ദേഷ്യപ്പെട്ടിട്ട് കയറി പോവാണ് കേട്ടോ. അങ്ങനെ മുത്തശ്ശിനെ തടയാൻ ശ്രമിക്കുന്ന അഞ്ജലിയുടെ അടുത്ത് പറയുന്നത്, മുത്തശ്ശി പൊക്കോട്ടെ, ഇപ്പം നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, മുത്തശ്ശിയുടെ ദേഷ്യം കൂടെ ഉള്ളൂ, നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് ഒന്നും സംസാരിക്കേണ്ടെന്ന് പറയാൻ കേട്ടോ. മനോരമ അപ്പോഴും എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് ലാവണ്യനെ ഇങ്ങനെ ന്യായീകരിക്കണം കേട്ടോ. ആ കൊച്ചൊരു തെറ്റ് ചെയ്ത് ഒരു ചെറിയ തെറ്റ് ചെയ്തതിന് ഇങ്ങനെ ചാടി കളിക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ മനോരമ. അങ്ങനെ ശ്യാമ എന്നിട്ട് മനോരമയുടെ അടുത്ത് പറയാണ്, അങ്ങനെയല്ല മനോരമ, ഇതിൽ മുത്തശ്ശി പറഞ്ഞതിലും കാരണമുണ്ട്, ഇനിയിപ്പോൾ ലാവണ്യയുടെ അടുത്തൊന്ന് ശ്രദ്ധിക്കാൻ പറയാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശ്യാമും അഞ്ജലിയും കയറി പോവാണ്. അങ്ങനെ പോകുന്ന വയ്ക്ക് ഇങ്ങനെ ശ്യാം ഇങ്ങനെ പറയുകയാണ്, ഞാനെന്നാൽ അത്യാവശ്യമായിട്ട് എനിക്ക് പുറത്തേക്ക് പോകേണ്ടത് പറഞ്ഞല്ലോ, ഞാനെന്നാൽ പോയിട്ട് വരട്ടെ എന്ന് പറയാൻ കേട്ടോ. പെട്ടെന്ന് അഞ്ജലി മൂഡ് ഓഫ് ആവാണ്, എന്താ പൊന്നെ നീ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് എന്നൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ, എനിക്ക് അത്രയ്ക്ക് അത്യാവശ്യമായതുകൊണ്ടല്ലേ, ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ശ്യാമേട്ടൻ എൻ്റെ കൂടെ വേണ്ടതല്ലേ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അഞ്ജലി എൻ്റെ പൊന്നല്ലേ, എന്നോട് പിണങ്ങല്ലേ, ഞാൻ പെട്ടെന്ന് തിരിച്ചു വരാം, അതുവരെ ഒന്ന് ക്ഷമിക്കുക, അതുവരെ മുത്തശ്ശിനോട് ഈ കാര്യമൊന്നും സംസാരിക്കാൻ പോകണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാം അങ്ങനെ യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ് കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് ശ്രുതിനെയും പ്രീതിനെയാണ് കേട്ടോ. ശ്രുതി ഇങ്ങനെ ഓരോ കടകളിലും കയറിയിട്ട് ഇങ്ങനെ ഓർഡർ പിടിക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ പലഹാരങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. പിന്നെ ഓരോ കടയിലും കയറിയിട്ട് അവരോട് എടുക്കുക സാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പലഹാരം നല്ലതാണ്, ഞങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ആരും വാങ്ങിക്കുന്നില്ല. അങ്ങനെ അവർ വീണ്ടും റോഡിലൂടെ ഇങ്ങനെ വളരെ തളർന്നും പിടിച്ചൊക്കെ ഇങ്ങനെ ഓരോ കടകൾ കയറി ഇങ്ങനെ നടക്കുവാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് അശ്വിനെയാണ് കേട്ടോ. അശ്വിനി ഇങ്ങനെ ഫോൺ ചെയ്യുകയാണ്, ഇവിടെയുള്ളവരുടെ ടേസ്റ്റൊക്കെ എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഇവിടുത്തെ പാർട്ടിക്കുള്ള വിഭവങ്ങളൊക്കെ തയ്യാറാക്കുന്നത് നിങ്ങളാണ്, അതുകൊണ്ടാണ് നിങ്ങളെ തന്നെ വിളിച്ചത്. ട്രഡീഷണൽ വിഭവങ്ങൾ കൊണ്ടൊന്നും ഒരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പക്ഷേ അത് മാത്രമാവരുത്, സ്വീറ്റ്സും സോഫ്റ്റ് ഡ്രിങ്ക്സൊക്കെ ആവശ്യത്തിന് ഉണ്ടാവണം, പിന്നെ സ്വീറ്റ്ലെസ്സും ആയിട്ടുള്ള സ്നാക്സും ഉണ്ടാവണം എന്നൊക്കെ ഇങ്ങനെ വിളിച്ച് ഓർഡർ പറയാണ് കേട്ടോ. പെട്ടെന്ന് ലാവണ്യ കയറി വരികയാണ്, എന്നിട്ട് പറയാണ്, എന്തൊക്കെയാണ് വീട്ടിൽ നടക്കുന്നത്, ഇന്ന് പൂജാമുറിയിൽ വെച്ചിട്ട് അങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു, അതിന് മാത്രം തെറ്റ് ഞാൻ ചെയ്തോന്നൊക്കെ ചോദിക്കാൻ കേട്ടോ ലാവണ്യ. അപ്പോൾ അശ്വൻ പറയാണ്, ലുക്ക് ലാവണ്യ, ഇപ്പോൾ നിൻ്റെ പരിഭവം തീർക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല, ഇപ്പോൾ അതിനുള്ള സമയം എനിക്കില്ല, നാളെ എൻ്റെ ചേച്ചിയുടെ വെഡിങ് ആനിവേഴ്സറിയാണ്, അതുകൊണ്ട് എനിക്കിവിടെ പാർട്ടി നടത്തണം, ഞാൻ അതിൻ്റെ തിരക്കിലാണെന്നൊക്കെ പറയാൻ കേട്ടോ. അവൻ്റെ ചേട്ടൻ്റെ പാർട്ടിയോ, അപ്പോൾ പാർട്ടി ഉണ്ടല്ലേ, അങ്ങനെയാണെങ്കിൽ സ്പെഷ്യൽ ഷാമ്പയിൻ ഓർഡർ ചെയ്യണം നീ. ഇല്ല, ഈ പാർട്ടിയിൽ ആൽക്കഹോളൊന്നും ഉണ്ടാവില്ല, അത് മുത്തശ്ശിക്കും ചേച്ചിക്കും ഇഷ്ടമല്ല എന്ന് പറയാൻ കേട്ടോ. ചേച്ചിക്ക് ഇഷ്ടമല്ലാത്തതൊന്നും ആ പാർട്ടിയിൽ വേണ്ടെന്നാണ് എൻ്റെ തീരുമാനം എന്ന് പറയണം അശ്വിൻ. അപ്പോൾ അവന് പറഞ്ഞു, എന്നാൽ കുഴപ്പമില്ല, ഓക്കെ ഞാൻ എന്താ ഡ്രസ്സ് ഇടണ്ടേ, ഈ പാർട്ടിക്ക് ഞാൻ ഏത് ഡ്രസ്സ് ഇടണ്ടേ, ഞാൻ ഇന്ന് തന്നെ എടുക്കട്ടെ ഡ്രസ്സൊക്കെ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. ചോദിക്കണം, എന്നാൽ ഫോട്ടോഷൂട്ടിന് ആ ഗ്രീൻ ബേബി ഇട്ടില്ലേ, ആ ഒരു ഗ്രീൻ കളറ് അതുപോലത്തെ ഒരു സാരി ആയാലോ എന്നൊക്കെ പറയാൻ കേട്ടോ. പെട്ടെന്ന് ശ്രുതിനെ ഓർക്കുവാണ് നമ്മുടെ അശ്വിൻ. ശ്രുതി അന്നിങ്ങനെ സാരി എടുത്ത് വന്നതും അശ്വിൻ ഇങ്ങനെ നോക്കി നിന്നതൊക്കെ ഇങ്ങനെ ഓർക്കണം കേട്ടോ. പെട്ടെന്ന് ദേഷ്യത്തിൽ ലാവണ്യയുടെ അടുത്ത് ചൂടായിട്ട് പറഞ്ഞു, മേലിൽ ഒരു അക്ഷരം പോലെ അവളെ പറ്റി എന്നോട് പറഞ്ഞു പോരുതെന്ന് പറയണം. ഇത് കേട്ട് ദേഷ്യം വന്നിട്ട് ലാവണ്യ റൂമിൽ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. അങ്ങനെ ശ്രുതിയും പ്രീതിയും കൂടി ഒരു കടയിൽ ചെന്നിട്ട് ഇങ്ങനെ സ്വീറ്റ്സൊക്കെ കാണിച്ചിട്ട് അവരോട് വാങ്ങിക്കുമെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ കടക്കാരൻ പറയാണ്, അയ്യോ ഞങ്ങൾ സ്വീറ്റ്സൊന്നും പുറത്തുനിന്ന് എടുക്കാറില്ല, വേണ്ട, അപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാക്കുകയാണ് പതിവ്, ഞങ്ങൾക്ക് ഇപ്പോൾ തൽക്കാലം വേണ്ട, നിങ്ങളുടെ നമ്പർ ഞങ്ങളുടെ കയ്യിലുണ്ടല്ലോ, എന്തെങ്കിലും പാർട്ടി അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ ഞങ്ങൾ വിളിക്കാം, പ്രത്യേകിച്ച് നിങ്ങൾ പാലക്കാടൻ സ്വീറ്റ്സ് ഒന്ന് വിൽക്കുന്നേ, അതാണെങ്കിൽ ഞങ്ങൾ ഇവിടെ അങ്ങനെ നോർത്തുനിന്നോ സൗത്തുനിന്നോ പാലക്കാടെന്നോ അങ്ങനെ വേർതിരിവൊന്നുമില്ല, ഞങ്ങൾക്ക് എല്ലാ സ്വീറ്റ്സൊക്കെ ഒരുപോലെ തന്നെയാണ്, തൽക്കാലം ഇപ്പോൾ ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു വിടാമെന്നു കേട്ടോ. അങ്ങനെ അവർ പോകാൻ വേണ്ടിയിട്ട് റെഡി ആകുമ്പോഴത്തേക്കും കടയിലുള്ള ഓണറിന് ഒരു കോൾ വരികയാണ്, മറ്റേ അശ്വിൻ്റെ വീട്ടിലെ പാർട്ടിയുടെ ഓർഡറിന് വേണ്ടിയിട്ട്. അപ്പോൾ സ്വീറ്റ്സ് അല്ലേ, ഞങ്ങൾ എന്തായാലും എത്തിക്കാം സാർ, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ എത്തിച്ചോളാം എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ അവിടുത്തെ സ്റ്റാഫിനെ വിളിച്ചിട്ട് അയാൾ പറയാണ്, ശാന്തിനഗറിലെ സാറിൻ്റെ പാർട്ടിക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്വീറ്റ്സ് വേണമെന്ന് പറയണം. അപ്പോൾ സ്റ്റാഫ് പറയണം, അയ്യോ സാർ അതിനൊരു പ്രശ്നമുണ്ട്, അവർക്ക് വേണ്ടത് സ്പെഷ്യൽ സ്വീറ്റ്സ് അല്ലേ, ഇവർ പറഞ്ഞ പോലെ പാലക്കാടൻ സ്വീറ്റ്സ് അത് കിട്ടാൻ പാടാണ്, കാരണം അവിടുത്തെ സ്റ്റാഫ് ഇപ്പോൾ ലീവിലാണെന്നൊക്കെ പറയാൻ കേട്ടോ. അയ്യോ അങ്ങനെയാണോ, അപ്പോൾ എന്താ ചെയ്യാന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ശ്രുതി പറയാണ്, അതിന് സാറ് വിഷമിക്കണ്ട, ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ സ്പെഷ്യൽ സ്വീറ്റ്സാ, ഞങ്ങൾ തനി പാലക്കാടൻ സ്റ്റൈലിൽ ശുദ്ധമായ നീലുണ്ടാക്കുന്ന സ്വീറ്റ്സാ, സാർ ഇതേ ഈ സാമ്പിൾ ഒന്ന് കഴിച്ച് നോക്കണം എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ അയാൾ അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് കഴിച്ച് നോക്കുകയാണ്. സംഭവം കൊള്ളാം, പക്ഷേ നാളെ ബൾക്ക് ഓർഡറാണ്, അതുമാത്രമല്ല നിങ്ങളുടെ ഒരു ചെറിയ കടയല്ലേ,
അപ്പോൾ ശ്രുതി പറഞ്ഞു കടയുടെ വലുപ്പത്തിൽ എന്തെടുക്കുന്നു, വീണ്ടാക്കുന്ന സാധനത്തിൻ്റെ രുചി ക്വാളിറ്റി അല്ലേ നോക്കേണ്ടത്. എത്ര ഓർഡർ ആണെങ്കിലും ഞങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും. അതൊക്കെ ഓക്കെ, പക്ഷെ നിങ്ങൾ കൊണ്ടുവരുന്ന സ്വീറ്റ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെടണം. അത് മാത്രമല്ല പാർട്ടി കഴിഞ്ഞിട്ട് ക്യാഷ് കിട്ടത്തുള്ളൂ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ശ്രുതി പറയാണ് എത്ര പേർക്കുള്ള സ്വീറ്റ്സ് വേണ്ടി വരും? കുറഞ്ഞത് ഒരു 200 പേർക്കുള്ള സ്വീറ്റ്സ് എങ്കിലും വേണ്ടി വരും. ഞാൻ പറഞ്ഞില്ലേ വലിയ പാർട്ടിയാണ്. അപ്പോൾ പ്രീതി പറയാണ് അത് 200 പേർക്കുള്ളതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുമോ? അതൊന്നും സാറില്ല ചേച്ചി, നമുക്ക് ഓർഡർ എടുക്കാമെന്ന് പറയാൻ കേട്ടോ ശ്രുതി. സാർ ഞങ്ങൾ ഓർഡർ സപ്ലൈ ചെയ്യാൻ സാർ ഉറപ്പാണെന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ കടക്കാരൻ പറയാണ് പാർട്ടി കഴിഞ്ഞിട്ടേ ക്യാഷ് ഉള്ളൂ, അതുപോലെ തന്നെ കസ്റ്റമർ അത് ഇഷ്ടപ്പെടുകയും വേണം. സമ്മതമാണോ? സമ്മതമാണ് സാർ. എന്നാൽ പിന്നെ ഓർഡർ ചെയ്തോ, ഓർഡർ പിടിച്ചോ. 200 പേർക്കുള്ള ജിലേബി, ഗുലാബ് ജാം, ലഡു എന്നൊക്കെ പറഞ്ഞ് ഓർഡർ എടുക്കണം കേട്ടോ. അങ്ങനെ അവർ സന്തോഷത്തോടെ ഓർഡറൊക്കെ സ്വീകരിച്ച് വീട്ടിൽ ചെന്നിട്ട് പൈസ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് കുടുക്കൊക്കെ പൊട്ടിക്കുകയാണ് കേട്ടോ. പൊട്ടിച്ച് കഴിഞ്ഞാൽ പൈസയൊക്കെ എണ്ണി നോക്കി പ്രീതി അച്ഛൻ കൊടുത്ത 1000 രൂപയൊക്കെ കൂട്ടുന്നുണ്ട്. പക്ഷേ എങ്ങനെ നോക്കിയിട്ടും പൈസ തികയുന്നില്ല. അപ്പോൾ പ്രീതി പറയാണ്ട് ഇതുകൊണ്ടൊക്കെ തന്നെ ഞാൻ നിൻ്റെ അടുത്ത് ഓർഡർ എടുക്കേണ്ടതെന്ന് പറഞ്ഞത്. അതെങ്ങനെ ശരിയാവണേ ചേച്ചി, ഇതുപോലെ ഒരു വലിയ ഓർഡർ നമുക്ക് പിന്നെ ജീവിതത്തിൽ കിട്ടില്ലെന്നൊക്കെ പറയാൻ കേട്ടോ. പെട്ടെന്ന് അമ്മായി വന്നിട്ട് ചോദിക്കുകയാണ് എന്താ ഇവിടെ പരിപാടി, കുടിക്കൊക്കെ ആയിട്ടാണല്ലോ രണ്ടുപേരും ഇരിക്കുന്നത്. അപ്പോൾ അമ്മായിനോട് ശ്രുതി പറയാണ് ആ പാർട്ടിക്ക് കിട്ടിയ ഓർഡർ ഉണ്ടല്ലോ അതിനുള്ള സാധനങ്ങൾ വാങ്ങിക്കണ്ടേ, അതിന് പൈസ തികയില്ല അമ്മായി. ഞങ്ങളുടെ കയ്യിലുള്ള കാശൊക്കെ എടുത്ത് നോക്കിയപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അമ്മായി പറയാണ് ആലോചിച്ചുകൊണ്ടിരുന്നാൽ ഇന്ന് വെളുക്കും വരെ ആലോചിക്കാനേ പറ്റുള്ളൂ. എന്നിട്ട് കയ്യിൽ കിടക്കുന്ന ഒരു വള എടുത്തിട്ട് ഊരി ശ്രുതിക്ക് നേരെ നീട്ടുവാണ് കേട്ടോ. ഇത് കൊണ്ടുപോയിട്ടേ പണയം വെക്ക്, നമ്മുടെ അമ്പലത്തിൻ്റെ അടുത്ത് ഒരു സ്വർണ്ണ പണക്കടയുണ്ട്, അവിടെ കൊണ്ടുപോയി വെച്ചാൽ മതി. എന്താ ഇങ്ങനെ മേടിച്ച് നോക്കണേ, ഇത് സ്വർണ്ണം തന്നെയാണ്, എന്തായാലും നിങ്ങളുടെ ആവശ്യത്തിനുള്ള കാശ് എന്തായാലും ഇതിൽ നിന്ന് കിട്ടും. കച്ചവടമൊക്കെ കിട്ടി ലാഭം കിട്ടി തുടങ്ങുമ്പോൾ നിങ്ങൾ എനിക്ക് തിരിച്ചെടുത്ത് തന്നാൽ മതി. ശ്രുതിക്കിന് സന്തോഷവും സങ്കടമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അമ്മായിനടുത്ത് അങ്ങനെ അവർ കഴിഞ്ഞിട്ട് പറയാണ് അമ്മായി ഇങ്ങനെ സമയത്ത് സഹായിക്കാൻ തോന്നിയല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ അവർ സന്തോഷത്തോടെ അങ്ങനെ വള സ്വീകരിക്കുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്ന അശ്വിനിയാണ് കേട്ടോ. അശ്വിനി ഇങ്ങനെ ശ്രുതിയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് അലമാരയിൽ നിന്ന് മറ്റേ ശ്രുതിയുടെ അന്ന് പൊട്ടിച്ചെടുത്ത ആ മുത്തുണ്ടല്ലോ, ആ മുത്ത് സൂക്ഷിച്ച് വെച്ച് ഡെപ്പ് എടുത്തിട്ട് ഇങ്ങനെ നോക്കണം കേട്ടോ. മുത്തൊക്കെ എറിഞ്ഞു കളയാണ് കേട്ടോ. എന്നിട്ട് സ്വയം ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് ഒരു പെണ്ണിൻ്റെ മുഖം അത്ര മായ്ച്ച് കളയാനാക്കാത്ത ദുർബലനൊന്നല്ല ഞാൻ. പക്ഷെ ഇവളുടെ മുഖം ഇവിടെ എൻ്റെ എവിടെയൊക്കെയോ ഇങ്ങനെ മനസ്സിലിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത്? ഇല്ല, ഓർമ്മകളിലൊന്നും പതറുന്ന ആളൊന്നുമല്ല ഞാൻ, എൻ്റെ ശീലങ്ങളൊന്നും അതൊന്നല്ല. മതി, ഇത് നിർത്തണം. ശ്രുതി എന്നുള്ള ഒരു പെണ്ണിൻ്റെ മുഖം പോലും എനിക്ക് ഓർമ്മ ഉണ്ടാവാൻ പാടില്ല. അതൊരു പേര് മാത്രമാണ്, വെറും ഒരു പേരെന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കാൻ കേട്ടോ അശ്വിൻ. അങ്ങനെ ശ്രുതിയും പ്രീതിയും കൂടി സാധനങ്ങളെല്ലാം വാങ്ങിച്ച് കൊണ്ടുവന്ന് എല്ലാം കറക്റ്റ് അല്ലേ എന്നൊക്കെ ഇങ്ങനെ തിട്ടപ്പെടുത്തുവാണ് കേട്ടോ. അപ്പോൾ ശ്യാമ അങ്ങോട്ടേക്ക് കയറി വരാണ് കേട്ടോ. അമ്മായി പറയാണ് അത് ആരാ വന്നേക്കുന്നു നോക്കിക്കേ, ശ്യാമോനെ നീ എവിടെയായിരുന്നു? ഞാൻ കരുതി ഞങ്ങളെയൊക്കെ നീ മറന്നു കാണുന്നു. അപ്പോൾ ശ്യാം പറയാണ് നിങ്ങളെ മറക്കാനോ, അതിലും പറ്റി ഞാൻ മരിച്ചു എന്ന് വിചാരിക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ ശ്യാമിൻ്റെ അടുത്ത് ശ്രുതി ചോദിക്കേണ്ട സാറിൻ്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞു എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും എത്ര തിരക്കുണ്ടെങ്കിലും നിങ്ങളെയൊക്കെ കാണാതിരിക്കുന്നത് എങ്ങനെയാ? അതൊക്കെ എനിക്കറിയാം, ശ്യാമോനെ എന്തായാലും ഇവളെ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ.